കായംകുളത്തെ വിഭാഗീയതയിൽ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുഴപ്പക്കാരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമല്ലെന്നും ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് ഈ കാര്യത്തിൽ പാർട്ടി നേതൃത്വം കടന്നിരിക്കുന്നു എന്നല്ലേ MV ഗോവിന്ദന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും കായംകുളത്തെ വിഭാഗീയതാ പ്രശ്നത്തിൽ പാർട്ടി നടത്തുക? ഗോപികൃഷ്ണൻ, പാർട്ടിക്കുണ്ടായ തിരിച്ചടി, തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം, അതായത് പാർട്ടിയുടെ വലിയ കോട്ടയായ കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന് വലിയ ലീഡ് ലഭിച്ച കായംകുളത്ത് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് BJP സ്ഥാനാർത്ഥി, പിന്നിലേക്ക് പോയത് പത്തിയൂരടക്കമുള്ള പാർട്ടി കോട്ടകളിൽ പാർട്ടി പിന്നോട്ട് പോയതടക്കമുള്ള കാര്യങ്ങൾ, ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. ഇവിടെ ഈ രീതി തുടരുകയാണെങ്കിൽ കേരളത്തിലടക്കം പാർട്ടി ഇല്ലാതാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകും, തിരുത്തേണ്ട നടപടികൾ തിരുത്തും, ചിലരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും. അദ്ദേഹം പറഞ്ഞ വാക്ക്, പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ ചില കളകളുണ്ട്, ആ കളകളെ കൃത്യമായി തന്നെ പറിച്ചു കളയേണ്ട നടപടികളിലേക്ക് പാർട്ടി നീങ്ങുകയാണ്. അത് ആരെന്നത് പ്രശ്നമല്ല, ഏത് വ്യക്തി എന്നത് പ്രശ്നമല്ല, അവരെ പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് പാർട്ടിക്കുണ്ടാകുന്ന നഷ്ടവും പാർട്ടി ഗൗനിക്കുന്നില്ല. ആ രീതിയിൽ ഉള്ള ആളുകളെ ഒക്കെ തന്നെ ഒഴിവാക്കുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബൂർഷ്വാ സമൂഹമാണ് നമ്മുടേത്. പക്ഷേ അവിടെ പാർട്ടിയിലേക്ക് വന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് ചില ആളുകൾ പണക്കാരാകുന്നു, ചിലർ ധനികരാകുന്നു. എങ്ങനെ ഇത്തരക്കാർ ഈ പാർട്ടിയിലേക്ക് വരുന്നു? അവരുടെ ഉദ്ദേശം അതുതന്നെയാണ്. അത്തരക്കാരെയൊക്കെ തന്നെ പുറത്താക്കാൻ വേണ്ട പ്രത്യേക തലത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി സംവിധാനങ്ങൾ ഒരുക്കും. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഘടകം, ഈ സഹകരണ മേഖലയിലടക്കം വലിയ അഴിമതി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങളിലെ ആളുകളെ, ഭാരവാഹികളെ കൃത്യമായി വർഷങ്ങളോളം അവരെ തന്നെ വയ്ക്കാതെ അതിൽ മാറ്റം വരുത്തുന്ന രീതി കൊണ്ടുവരും എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തോൽവിയിൽ കൃത്യമായ അച്ചടക്ക നടപടി ഉണ്ടാകും. അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ ബാധ്യസ്ഥർ, ആർക്കൊക്കെയാണ് അതിൻ്റെ ചുമതല എന്ന് കൃത്യമായി പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് മേഖലയിലൊക്കെയാണ് അത്തരം വീഴ്ചകൾ ഉണ്ടായെന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈഴവ വോട്ടുകളെ പറ്റി കൃത്യമായി അദ്ദേഹം പറഞ്ഞുവെങ്കിലും SNDP പറ്റിയുള്ള രൂക്ഷമായ വിമർശനം നേരത്തെ പാർട്ടി മുഖപത്രത്തിലടക്കം ഉന്നയിച്ചു എങ്കിലും ഇത്തവണ മേഖല റിപ്പോർട്ടിങ്ങിൽ, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ചുള്ള അവലോകന റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം SNDPക്കെതിരെയോ ഈഴവ വോട്ടുകളെ സംബന്ധിച്ചോ ഒരു കാര്യവും പറഞ്ഞില്ലെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പക്ഷേ SC/ST മേഖലയിൽ, പ്രത്യേകിച്ചും ധീവര മേഖല, ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ആലപ്പുഴയിലെ സ്ഥലങ്ങൾ, കയർ തൊഴിലാളികൾ, കർഷകർ, അങ്ങനെയുള്ള ആളുകളിൽ നിന്നുമുള്ള വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയില്ല. SC/ST വിഭാഗത്തോട് നമ്മൾ പുലർത്തുന്ന രീതി അത് മാറ്റണം. ഒപ്പം തന്നെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ സാധാരണ പാർട്ടി മെമ്പർമാർ വരെ പുലർത്തേണ്ടതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, അവർക്കുണ്ടാകേണ്ട വിനയം, അതൊക്കെ നഷ്ടപ്പെട്ട കാലം കഴിഞ്ഞു. ഇനി ഈ രീതി പാർട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് മൂല്യച്യുതി ഉണ്ടാകും. അത്തരക്കാരെ ഒഴിവാക്കുന്ന നടപടികൾക്ക് വലിയ വേഗം കൂട്ടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ മാവേലിക്കര, ആലപ്പുഴ, കായംകുളം, ചെങ്ങന്നൂർ തുടങ്ങിയ നിയോജക മണ്ഡലത്തിലെ മേഖലാ റിപ്പോർട്ടിംഗ് ആണ് നടന്നത്. അവിടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തൊട്ട് താഴോട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം PB അംഗം തോമസ് ഐസക്കിൻ്റെ സെക്ഷനാണ്. അതിലും രൂക്ഷമായ വിമർശനം ഉണ്ടാകും. ഒപ്പം തന്നെ ഇതിന് ശേഷമുള്ള മറുപടിയും ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പാർട്ടി സഖാക്കൾക്ക്, അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാർക്കും പറയാനുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തും. അങ്ങനെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, കീഴ്ഘടകങ്ങളിലേക്കുള്ള മേഖലാ റിപ്പോർട്ടിംഗ് ആണ് ആലപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഗോപികൃഷ്ണൻ. മനീഷ്, സ്വാഭാവികമായും ഇപ്പോൾ ഈ കായംകുളത്തെ വിഭാഗീയതയെ കുറെ കൂടി ഗൗരവത്തിൽ പാർട്ടി കാണാൻ പോകുന്നു. മാത്രമല്ല, ഈ CPMനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി CPMന്റെ ഈ അടിസ്ഥാന വോട്ടുകളിലെ ചോർച്ച ഒരു പ്രധാന കാരണമായി കാണുന്നുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ജനങ്ങൾക്കിടയിൽ വിശ്വാസം നേടിയെടുക്കുന്നതിന്, പാർട്ടി അണികളിൽ ശരിയായ തരത്തിലുള്ള സന്ദേശം നൽകുന്നതിനൊക്കെ കായംകുളത്തെ വിഭാഗീയതയിൽ കടുത്ത നടപടികളുമായി ഇടപെടുക എന്നതായിരിക്കുമല്ലോ നേതൃത്വം കണക്കുകൂട്ടുന്നത്, അല്ലേ? അതെ ഗോപികൃഷ്ണൻ, അതായത് സംസ്ഥാനത്ത് CPMനകത്ത് പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. കാരണം ഇവിടെ
ഓരോ യോഗങ്ങളിലടക്കം വിമർശനമായി പരിഹാസ രൂപേണ പറയുന്നത് ആലപ്പുഴയിൽ 10 പേരുണ്ടെങ്കിൽ അത് 10 ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് ഒക്കെ പോലെ സാധാരണ കോൺഗ്രസിനൊക്കെ തന്നെ പരിഹസിക്കുന്ന പോലെയുള്ള ചില ഗ്രൂപ്പിൻ്റെ അപ്രമാദിത്യം ആലപ്പുഴയിലെ പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് കായംകുളത്താണ്. വലിയ വിഭാഗീയത ഉണ്ടാകുന്നു. നേരത്തെ വന്ന കായംകുളത്തെ ഡിഗ്രി കേസിലടക്കം, അതായത് വ്യാജ ഡിഗ്രി കേസടക്കം ഉന്നയിച്ചുകൊണ്ടൊരു വിഭാഗം രംഗത്ത് വന്നു. അന്ന് ജില്ലാ സെക്രട്ടറി അംഗം KH ബാബുജാനെതിരെയായിരുന്നു. പിന്നീട് അവിടെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വിപിൻ സി ബാബുവിനെതിരെ ഭാര്യ കൊടുക്കുന്ന പീഡന ആരോപണം, ഗാർഹിക പീഡന പരാതി, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടിയിൽ പല ഗ്രൂപ്പിലുള്ള ആളുകൾ മുതലെടുത്തു എന്ന വലിയ വിമർശനമുണ്ട്. അങ്ങനെ വലിയ പാർട്ടി കോട്ടയായ, അതായത് ആലപ്പുഴ ജില്ലയിൽ തന്നെ പാർട്ടി രൂപീകരിച്ച അങ്ങനെ പാർട്ടി പിറവിയെടുത്ത പത്തിയൂർ എന്ന ഗ്രാമപഞ്ചായത്തിൽ 10-15 വർഷമായി പാർട്ടി മാത്രം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പിന്നോട്ട് പോകുന്നു. വളരെ ഗൗരവമായി പാർട്ടി അത് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംബന്ധിച്ച് വലിയ രീതിയിൽ മേൽഘടകം മുതൽ കീഴേ ഘടകം മുതൽ വരെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ അതിൻ്റെ ഒരു സൂചന, മുന്നറിയിപ്പ് എന്ന രീതിയിലായിരുന്നു നേരത്തെ അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്, അതിന് 5 കേസുകളുള്ള ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ കാപ്പ ചുമത്തി നാട് കടത്തുന്ന നടപടിയിലേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ പാർട്ടി ആഭ്യന്തര വകുപ്പിനെ സമീപിച്ച് തന്നെ പാർട്ടിയിലെ ക്രിമിനൽ സംഘത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പീഡന പരാതിയിലും കൃത്യമായി പോലീസ് സാധാരണഗതിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാതി ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വന്നാലൊക്കെ തന്നെ അത് അന്വേഷിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടി സ്വാധീനം ഉപയോഗിച്ചത് തേച്ചുമായ്ച്ച് കളയുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇത് കൃത്യമായി അവിടെയൊക്കെ തിരുത്തൽ വരുത്തി പരാതിയിൽ പാർട്ടി പോലീസ് കേസെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുത്തൽ നടപടികൾ ഒക്കെ തന്നെ കായംകുളത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ ജാതി സമവാക്യം ഒക്കെ തന്നെ എടുത്തു പറയേണ്ട സ്ഥലത്ത് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ കായംകുളത്തെ സംബന്ധിച്ച് SNDP വോട്ടുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈഴവ വോട്ടുകളെ സംബന്ധിച്ചോ പറയുന്നില്ല. SC ST വോട്ടുകൾ നഷ്ടപ്പെട്ട വിഷയം ഗൗരവമായി തന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ കളകളെ എടുത്തു കളയേണ്ട സമയമായി കൃത്യമായി. ഏതായാലും കായംകുളത്തെ വിഭാഗീയതയിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. കുഴപ്പക്കാരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും അത് പ്രശ്നമല്ല എന്നാണ് ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.